അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ. സഹോദരങ്ങളെ, ഇനി മുസ്തഫ പറയുന്നത് നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമസ്കാരത്തെ സംബന്ധിച്ച് അതിനത്ര പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. മുസ്ലിങ്ങൾ നമസ്കരിച്ച് ഉത്തിരിക്കാണ്, അവർ സാമൂഹികമായിട്ടുള്ളൊരു പ്രതിബദ്ധത അവർക്കില്ല എന്നൊക്കെ പറയുന്ന ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇബാദത്ത്, ആരാധന, അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്നതല്ല. അത് അവനവനെ ശുദ്ധീകരിക്കാൻ പോകുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് അതിന് അമലു സാലിഹ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് മുസ്തഫ പറയുന്നത്. എന്നാൽ അതേ മുസ്തഫ നമസ്കാരത്തെ സംബന്ധിച്ച് പിന്നെ പറയുന്നത് എന്താ? ഒന്ന് അദ്ദേഹം പറയുന്നത് ആരാധനകളിൽ തളച്ചിട്ട് സാമൂഹ്യ ബാധ്യതകളിൽ നിന്ന് മനുഷ്യരെ തടഞ്ഞു നിർത്താനാണ് ഭരണകൂടം ശ്രമിച്ചത്. ഏത് ഭരണകൂടം? മുസ്തഫ പറയുന്ന ഭരണകൂടം വരുന്നതിൻ്റെ മുമ്പും പിമ്പും ഒക്കെ മുസ്ലിം സമൂഹം ഈ ഭരണകൂടത്തിൻ്റെ ദുശ്ചെയ്തികളെ അല്ല മുസ്ലിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്, അനുധാവനം ചെയ്തിട്ടുള്ളത്. ഭരണകൂടത്തിൻ്റെ ദുശ്ചെയ്തികളെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കുമ്പോൾ തന്നെ മുസ്ലിങ്ങൾ ഭരണകൂടങ്ങളെ കാത്തിരിക്കാതെ തന്നെയാണ് അതിലെ പണ്ഡിതന്മാരും പാമരന്മാരും പണക്കാരും പാവപ്പെട്ടവരും ഒക്കെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വളരെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ലോകത്ത് കൊടുത്തുയർത്തിയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ മാത്രമല്ല, പണ്ട് കാലത്തെ. അതുപോലെ തന്നെ കർഷകർക്കും മറ്റും പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ജലസംഭരണം, ജലശേഖരണ പദ്ധതികൾ, അതുപോലെ തന്നെ യാത്രക്കാർക്ക് താമസിക്കാനും അവർക്ക് വിശ്രമിക്കാനും ഒക്കെ ആയിട്ടുള്ള സത്രങ്ങൾ, അനാഥകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെയും സംരക്ഷണത്തിന് വേണ്ടി നീക്കിവെച്ചിട്ടുള്ള വഖഫുകൾ, ഇങ്ങനെ മുസ്ലിം സമൂഹം മുമ്പോട്ട് വച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പം മുസ്ലിങ്ങളെ നമസ്കാരത്തിൽ ആരാധനയിൽ തളച്ചിടുക എന്നതാണ് ഭരണകൂടങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന പ്രസ്താവം പോലും ശുദ്ധ അസംബന്ധമേ എന്ന് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. ഇനി നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾ നമസ്കാരത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണ്. അവർ സാമൂഹിക പ്രതിബദ്ധത പുലർത്തുന്നില്ല. അവരെ ആരാധനയിൽ തളച്ചിടാനാണ് ഗവൺമെൻറ്റുകൾ, ഭരണകൂടങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ അതേ നാക്കുകൊണ്ട് തന്നെ മുസ്തഫ പറയുന്നത് എന്താണ്? മുസ്തഫ പറയുന്നത് നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറയാണ്, അനാഥരെ പരിഗണിക്കുന്ന, അഗതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, മനുഷ്യ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഊർജം നിറക്കുന്ന സംഗതിയാണ് നമസ്കാരം എന്നാ. അപ്പോൾ നേരത്തെ പറഞ്ഞത് എന്തേനി? നമസ്കാരം കൊണ്ട് സമൂഹത്തിനൊരു കാര്യമില്ല, അനുഷ്ഠാനം കൊണ്ട് സമൂഹത്തിനൊരു കാര്യമില്ല, അത് വ്യക്തിനിഷ്ഠമാണ്. വ്യക്തിക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ, അയാൾക്ക് അയാളെ സ്വയം ശുദ്ധീകരിക്കാൻ പറ്റും. ഇപ്പം പറയുന്നത് എന്താണ്? നമസ്കാരം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് നേരെ വിപരീതമായിട്ട് പറയുന്നത്, നമസ്കാരം എന്ന് പറഞ്ഞാൽ അനാഥരെ പരിഗണിക്കുന്ന, അഗതികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, മനുഷ്യ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഊർജം നൽകുന്ന സംഗതിയാണ്. അപ്പോൾ ഈ ഊർജം എന്ന് പറഞ്ഞ സംഗതി എന്താ? ഇത് മനുഷ്യർക്ക് പ്രയോജനം ചെയ്യണമല്ലേ. അപ്പോൾ മുസ്തഫ തന്നെ പറയുന്നത് നമസ്കാരം കൊണ്ട്, അനുഷ്ഠാനം കൊണ്ട് കാര്യമല്ല എന്ന് പറഞ്ഞ മുസ്തഫ തന്നെ പറയുന്നത് അവല്ല, നമസ്കാരം കൊണ്ട് ആരാധനകൾ കൊണ്ട് കാര്യമുണ്ട്, മനുഷ്യർക്കും മറ്റുള്ളവർക്കും ഗുണമുണ്ട്. അപ്പോൾ ഇത് എവിടെയെങ്കിലും ഒന്ന് നിൽക്കണ്ടേ? ഒന്നുകിൽ തീരെ കൊണ്ട് ഗുണമില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഗുണമുണ്ട് എന്ന് പറയാം. ഇത് രണ്ടും കെട്ട രീതിയിലുള്ള ഈ വാചാടോപങ്ങൾ കൊണ്ട് ആർക്കെന്ത് കാര്യം? അപ്പോൾ വസ്തുതയായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ട് തനിക്ക് തോന്നിയതൊക്കെ ദീനിൻ്റെ കാര്യങ്ങളായി വിളിച്ചു പറയാൻ തയ്യാറെടുത്ത മനുഷ്യൻ
അയാൾക്കെന്താണോ വായിൽ വന്നതൊക്കെ വിളിച്ചു പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്തഫ പറഞ്ഞാണ് കാര്യം. സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ഉത്തേജനം നൽകുന്ന, അതിന് ഊർജം പകരുന്നൊരു സംഗതിയാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, ആരാധനാ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന് നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ഷായി വൽ മുങ്കർ, നിഷിദ്ധമായ സഭ്യേതരമായിട്ടുള്ള സംഗതികളിൽ നിന്ന് നമസ്കാരം മനുഷ്യനെ തടയുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് മനുഷ്യന് ഉപകാരം ചെയ്യുന്ന സംഗതിയാണ്. ഈ നമസ്കാരം അള്ളാഹുവുമായിട്ട് താൻ അടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പം തന്നെ ഇത് മനുഷ്യനുമായിട്ട് അടുക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ പോലും ആ രീതിയിലാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഞങ്ങൾക്കും അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അടിയാറുകൾക്കൊക്കെയും അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് നമസ്കാരത്തിലാണ്. അപ്പോൾ താൻ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പിന്നീട് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, താൻ പറയുന്നത് പലതും അസംബന്ധങ്ങളാണ്, അതിന് ഇസ്ലാമുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് അള്ളാഹു അദ്ദേഹത്തിൻ്റെ നാക്കിലൂടെ തന്നെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. കാരണം ഒരു മനുഷ്യന് അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുക്ക് കുറച്ചൊക്കെ സുബന്ധങ്ങൾ പറയേണ്ടി വരും. ആ സുബന്ധങ്ങളിലൊന്നാണ് നമസ്കാരം എന്നത് ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഊർജം പകരുന്ന ഒരു സംഗതിയാണ് എന്ന് മുസ്തഫയെ കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ളത്. അത് നല്ല കാര്യമാണ്. പിന്നെ ഒരു നമസ്കാരം കഴിഞ്ഞാൽ, നമസ്കാരത്തിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അവർ പറയുന്നത് എത്ര നിസ്കാരമാണ്. ഫർദിനെ പറ്റി, ഫർദ് നിസ്കരിക്കേണ്ടതിൻ്റെ പ്രാധാന്യമോ അത് നിസ്കരിക്കാഞ്ഞാലുണ്ട ദോഷമൊന്നും മൂപ്പർ പറയില്ല. കാരണം നിസ്കരിച്ചോളണമെന്നില്ല എന്നുള്ള തന്നെയാണ് മൂപ്പരുടെ തിയറി. അപ്പോൾ അയക്കൂട്ടത്തിൽ പിന്നെ ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി നിസ്കാരം വേണ്ടെന്നാണോ മൗലവി പറയുന്നത് എന്ന് ചോദിക്കും. അങ്ങനെയല്ല, നിസ്കാരം വേണം, അത് പ്രധാനം തന്നെയാണ്. എന്നിട്ട് പിന്നെ പറയണത് എന്താണ്, എത്ര നമസ്കാരമാണ്. സുബഹിൻ്റെ മുമ്പ് ഒരു സുന്നത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്റാഖിൻ്റെ, പിന്നെ ദുഹാ, അങ്ങനെ പോയി രാത്രി റമദാനിൽ തറാവീഹ്, അതുപോലെ തഹജ്ജുദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല് നീര് കെട്ടുന്നത് വരെ നമസ്കരിച്ചു എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഖുർആന് നമസ്കാരത്തെ സംബന്ധിച്ച് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? നീതിയെ സംബന്ധിച്ച് 90 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് മുസ്തഫ പറയുന്നത്. ശരി, നമസ്കാരത്തെ സംബന്ധിച്ച് വല്ല കുറവുണ്ടോ? അതേപോലെ തന്നെ ഏതാണ്ട് 90ഓളം സ്ഥലങ്ങളിൽ നമസ്കാരത്തെ സംബന്ധിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കാതിരുന്നാലുണ്ടാവുന്ന ദോഷത്തെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്. നമസ്കരിക്കുന്നവർക്ക് ആ നമസ്കാരത്തിൻ്റെ ഗുണഫലം അനുഭവിച്ചുകൊണ്ട് ആ നമസ്കാരം എന്താണോ തന്നോട് ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നമസ്കാരം കൊണ്ടുണ്ടാകുന്ന ദോഷം പറഞ്ഞിട്ടുണ്ട്. സംഗതികൾ പറയുമ്പോൾ സന്തുലിതമായി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാണ് വേണ്ടത്. അതാണ് മുസ്തഫയ്ക്ക് ഇല്ലാതെ പോയിട്ടുള്ളത്. അപ്പോൾ നമസ്കരിക്കാഞ്ഞാലുള്ള ദോഷമുണ്ട്. നമസ്കാരം കൊണ്ട് ഉദ്ദേശിച്ച ഫലം കിട്ടുന്ന രീതിയിലല്ല, ഒരാൾ ആത്മാർത്ഥമായിട്ടല്ല, ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ ആരാധനകൾ നടത്തുന്നതെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം അത് വേറെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇസ്ലാം എന്ന് പറയുന്നത് സന്തുലിതമായിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാവരും ഒരേ മാനസികാവസ്ഥയുള്ളവരോ ഒരേ കാഴ്ചപ്പാട് ഉള്ളവരോ ആയിരിക്കില്ല. പലർക്കും പല താല്പര്യങ്ങൾ, പല ആഗ്രഹങ്ങൾ ജീവിതത്തിലുണ്ടാവും. ഇത് എല്ലാം സാധിക്കുന്ന വിധത്തിലുള്ള ഒരു മതം, ഒരു ദീൻ, ഒരു ജീവിത വ്യവസ്ഥ, ഇതാണ് മനുഷ്യന് പ്രയോജനം ചെയ്യുക. കാരണം ലോകത്ത് മനുഷ്യരെല്ലാവരും ഭക്തന്മാരായി ജീവിക്കണമെന്ന് കരുതുന്നവരല്ല. എന്നാൽ ഒരു വിഭാഗം അങ്ങനെ ഉണ്ട്. എല്ലാ മനുഷ്യരും സാമൂഹികമായിട്ട് മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിതം കഴിച്ചു കൂട്ടാമെന്ന് വിചാരിക്കണവരല്ല, അങ്ങനെയുള്ളവരുമുണ്ട്. അതുപോലെ ഏത് മേഖല, ഇപ്പോൾ സാമ്പത്തിക രംഗം, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, അഹോരാത്രം പരിശ്രമിക്കുന്ന ആളുകൾ മനുഷ്യരിലുണ്ട്. എന്നാൽ സമ്പത്തിനോട് അത്രയൊന്നും താല്പര്യമില്ലാത്ത, അതിലൊക്കെ അമാന്തം കാണിക്കുന്ന ആളുകളുണ്ട്. രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവരുണ്ട്, അതിൽ താല്പര്യമില്ലാത്തവരുണ്ട്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ മേഖല എടുത്താലും മനുഷ്യൻ എന്ന് പറയുന്നത് വ്യത്യസ്ത കാഴ്ചപ്പാടും വ്യത്യസ്ത അഭിരുചികളുമുള്ളവരാണ്.
ഈ വ്യത്യസ്ത അഭിരുചിയും കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് അവരുടെ അഭിരുചിയെ കൂടി തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ ഒരു ജീവിത വ്യവസ്ഥ കിട്ടേണ്ടതുണ്ട്. അത് എവിടെ നിന്നാണ് കിട്ടുക? ഇസ്ലാമിൽ നിന്നല്ലാതെ. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് നമസ്കരിക്കാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നത്, അയാൾ ഭക്തനായി ജീവിക്കാനാണ് ആഗ്രഹിക്കണമെങ്കിൽ അയാൾക്ക് അതിനുള്ള മാർഗ്ഗങ്ങളുണ്ട് ഇസ്ലാമിൽ. ഇനി അത്തരമൊന്നും ഭക്തി വേണ്ട, നിർബന്ധമായിട്ടുള്ളതും അതിനോടനുബന്ധമായിട്ടുള്ള ഐച്ഛികമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സാമൂഹികമായിട്ടുള്ള സംഗതികളിൽ ഏർപ്പെടാനാണ് ഒരാൾ ആഗ്രഹിക്കണമെങ്കിൽ അതിന് പ്രചോദനം നൽകുന്ന വിധത്തിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ ഇസ്ലാമിൽ നമ്മൾക്ക് കാണാൻ കഴിയും, ഖുർആനിലും ഹദീസിലും ഒക്കെ. അതുപോലെ ജീവിതത്തിൻ്റെ ഓരോ രംഗത്തും ഇപ്പോൾ സമ്പത്ത് ശേഖരിക്കുക, ആളുകൾ ദരിദ്രരായി തന്നെ കഴിയണമെന്ന് ഇസ്ലാം ഒരിക്കലും പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്ന സംഗതികളിൽ ഏർപ്പെടണമെന്ന് പറയുന്നുണ്ട്. അതിന് പ്രചോദനം നൽകുന്ന ഗവൺമെൻറ്റിനും വ്യക്തിക്കും ഒക്കെ തന്നെ പ്രചോദനം നൽകുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ ഖുർആനിലും ഹദീസിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സന്തുലിതമായിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയാണ്. അതിൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. ആ സ്ഥാനവും ക്രമവും അനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ് അയാൾ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായി തീരുന്നത്. ആ ക്രമമാണ് ഇവിടെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ 5ആയി എണ്ണുമ്പോൾ 1 ഷഹാദത്ത്, 2 നമസ്കാരം, 3 സക്കാത്ത്, 4 നോമ്പ്, 5 ഹജ്ജ് എന്നൊക്കെ എണ്ണിയിട്ടുള്ളത്. ഈ ഷഹാദത്ത് കലിമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ഈ കലിമയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഇതിനൊക്കെ പ്രചോദിപ്പിക്കണമെന്നുള്ളതാണ്. അത് അംഗീകരിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇസ്ലാം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അയാളുടെ കഴിവനുസരിച്ച് ഏർപ്പെടാനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി എടുക്കാനും അയാൾ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് മുസ്ലിങ്ങൾ ജീവിച്ചു പോരുന്നതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതിനെയൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് മുസ്ലിങ്ങൾ മൊത്തം അവരിങ്ങനെ നമസ്കാരത്തിൽ കഴിഞ്ഞുകൂടാണ് 24 മണിക്കൂറും എന്ന് തട്ടിവിടുന്ന ഈ പുരോഹിതനെ സംബന്ധിച്ച് എന്ത് പറയാനാ? അപ്പോൾ മുസ്ലിം സമൂഹത്തെ താറടിച്ച് കാണിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മുസ്തഫയ്ക്ക് ഇതിൽ വേറെ ലക്ഷ്യമൊന്നുമില്ല എന്നുള്ളതാണ്. മറ്റാരൊക്കെയോ അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി മുസ്ലിങ്ങളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അത് അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് അദ്ദേഹം തൽക്കാലം വിരമിക്കുന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാലും അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പറയുമ്പോൾ അതിൽ ഏതാണ് ശരിയെന്ന് മറ്റുള്ളവർക്ക് കൂടി ബോധ്യം വരുന്ന രീതിയിൽ പറയേണ്ട ഒരു ബാധ്യത നമ്മൾക്കുണ്ട് എന്നതുകൊണ്ടാണ് ഇത്തരം സംഗതികൾ പറയുന്നത്.